മുത്തശ്ശി, മുത്തശ്ശിക്ക് ഞാനൊരു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട്. ഗിഫ്റ്റോ? അതെ, ആ ഗിഫ്റ്റിന്റെ പേര് രാധിക എന്ന. അവൾ ഇവിടുന്ന് എല്ലാരെയും ചേർന്ന് തല്ലി പുറത്താക്കി. ആണോ? അതെ മുത്തശ്ശി. വെളുപ്പിനെ ഇവിടെ എന്തൊക്കെയാ നടന്നതെന്ന് അറിയോ? ഓ എന്റെ ദൈവമേ, ഇത്രയൊക്കെ നടന്നോ? അന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞില്ലേ, എങ്ങനെയെങ്കിലും അവളുടെ കഴുത്തിൽ നിന്ന് താലി ഊരിയെടുക്കാൻ. ആ ഒരൊറ്റ കാര്യം കൊണ്ടാ മുത്തശ്ശി ഇന്നലെ ഞാൻ രക്ഷപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഇവിടെ അച്ഛനും അമ്മയും അവരെ ഒന്നിച്ചു ജീവിക്കാൻ സമ്മതിച്ചാനെ. അതൊന്നും അങ്ങനെ നടക്കത്തില്ലടി മോളെ. പിന്നെ ഇനിയാ നീ ശ്രദ്ധിക്കേണ്ടത്, അവിടെ ഉള്ളവരുടെ മനസ്സിൽ തീ കോരി ഇട്ടുകൊണ്ടേയിരിക്കണം. ഒരു വഴിവെക്കിൽ വെച്ച് കണ്ടാ പോലും ഇനി അവളോട് കണിമംഗലത്തുകാരി ഒരക്ഷരം മിണ്ടാൻ പാടില്ല. അതൊക്കെ ഞാൻ ഏറ്റു മുത്തശ്ശി. ഇപ്പൊ എല്ലാവരും എന്റെ പക്ഷത്താ. പിന്നെ വരുണിന്റെയും മുത്തശ്ശിയുടെയും കാര്യം അധികം വൈകാതെ ഇവിടുത്തെ അച്ഛനോട് ഞാനത് പറഞ്ഞു കൊടുക്കും. അവരെ നിയന്ത്രിക്കാൻ അച്ഛനോട് ആവശ്യപ്പെടും. അപ്പൊ അവള് താമസിയാതെ ഇങ്ങോട്ട് എത്തുമല്ലേ? കണിമംഗലത്തുനിന്ന് പടിയിറക്കണമെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞു. അത് ഞാൻ ചെയ്തു. ഇനി മുത്തശ്ശിയുടെ വാക്ക. ആറ്റുവാശ്ശേരിന്ന് അവളെ പടിയിറക്കണം. അത് മുത്തശ്ശി ചെയ്യണം. ആ കാര്യത്തിൽ നിനക്ക് ഒരു സംശയം വേണ്ട മോളെ. നീ ഒരു കാര്യം ചെയ്യും, ആ പത്രത്തിലും മാസികയിലും നിന്റെ സിനിമയെ കുറിച്ച് വന്നിട്ടില്ലേ, അതാരെങ്കിലും വഴി എനിക്കൊന്ന് അയച്ചതാ. ആവശ്യം വരുവടി. യുദ്ധം ചെയ്യാൻ പോകുന്നവരെ ആയുധങ്ങൾ തേച്ചു മിനുക്കി വെക്കാറുള്ളത് കണ്ടിട്ടില്ലേ? പക്ഷെ മുത്തശ്ശി, ഞാൻ സിനിമയിൽ അഭിനയിച്ചത് അച്ഛനറിഞ്ഞ എനിക്കത് പ്രശ്നമാവില്ലേ? അതിനുള്ള പദ്ധതികളൊക്കെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതല്ലേ മോളെ. മോളെ, ആറ്റുവാശ്ശേരിയിൽ നിന്ന് അവള് പടിയിറങ്ങാനുള്ള കാരണവും അതായിരിക്കും. അത് നീ അങ്ങ് ഉറപ്പിച്ചു. എത്രയും പെട്ടെന്ന് അത് എനിക്ക് എത്തിക്കാൻ നോക്ക്.